അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് മൂന്നാമത്തെ പാഠഭാഗമാണ്. ആദ്യം നമുക്ക് പാഠഭാഗം വായിക്കാം. അദ്ദറസു സാലിസു അസ്സഹാദത്തു വൽ ഖനാഅ. അസ്സുഹ്ദു അഷ്റഫു മഖാമിൻ ബഅദ തഖ്വ. ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ഹദ് ഫിദ്ദുനിയ യുഹിബ്ബുക്കല്ലാഹ് വസ്ഹദ് ഫീമാ ഫി ഐദിയൻ നാസി യുഹിബ്ബുക്കന്നാസ്. ഫസ്സുഹ്ദു സബബു ലിമഹബ്ബത്തില്ലാഹി വഹുവ ഫഖ്ദു അലാഖത്തിൽ ഖൽബി ബിൽ മാലി വൽ ജാഹി ഫിദ്ദുനിയ വൽ ഇസ്ലാമു ലാ യഅ്മുറു ബിതർക്കിദ് ദുനിയ ബിൽ കുല്ലിയ لأن لا نصل إلى الآخرة إلا بالحياة الدنيا فالدنيا مزرعة الآخرة ولكن لا ينبغي أن تكون الدنيا أكبر همنا ولا نتنافس في جمعها. قال الله تعالى فلا تغرنكم الحياة الدنيا لا يغرنكم بالله الغرور. قال رسول الله صلى الله عليه وسلم فوالله ما الفقر أخشى عليكم ولكن أخشى أن تبسط دنيا عليكم كما بسطت على من كان قبلكم فتنافسوها كما تنافسوها فتهلككم كما أهلكتهم. ومن ثمرات الزهد القناعة وهي الرضا بما قسم الله وترك التطلع إلى ما في أيدي الناس. قال النبي صلى الله عليه وسلم قد أفلح من أسلم ورزق كفافا قدر الحاجة وقنعه الله بما آتاه. وضد القناعة الحرص وهو فرط حب الدنيا وذلك مذموم إلا في أمور الآخرة. ومن دعاء النبي صلى الله عليه وسلم اللهم اكفني بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عمن سواك. പാഠഭാഗം വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. അദ്ദറസു സാലിസു പാഠം 3 അസ്സഹാദത്തു വൽ ഖനാഅത്തു വിരക്തിയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടലും. അസ്സുഹ്ദു അഷ്റഫു മഖാമിൻ ബഅദ തഖ്വ. തഖ്വയ്ക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്താണ് ഐഹിക സുഖങ്ങൾ വെടിയൽ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇസ്ഹദ് ഫിദ്ദുനിയ യുഹിബ്ബുക്കല്ലാഹു. ഐഹിക സുഖങ്ങളെ നീ വെടിയുക, അപ്പോൾ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമ ഫി ഐദിയൻ നാസി യുഹിബ്ബുക്കന്നാസ്. ആളുകളുടെ പക്കലുള്ളത് നീ ത്യജിക്കുക, അപ്പോൾ ആളുകൾ നിന്നെ ഇഷ്ടപ്പെടും. ഫസ്സുഹദു സബബുൻ ലിമഹബ്ബത്തില്ലാഹി. സുഹദ് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കുവാനുള്ള ഒരു കാരണമാകുന്നു. വഹുവ ഫഖദ് അലാഖത്തിൽ ഖൽബി ബിൽ മാലി വൽ ജാഹി ഫിദ്ദുനിയ. സുഹദ് എന്നാൽ ദുനിയാവിൽ ധനത്തോടും പദവിയോടുമുള്ള ഹൃദയബന്ധം ഇല്ലാതാകലാകുന്നു. വൽ ഇസ്ലാമു ലാ യുഅ്മുറു ബിതർക്കിദ് ദുനിയ ബിൽ കുല്ലിയ. വിശുദ്ധ ഇസ്ലാം ദുനിയാവിനെ പൂർണ്ണമായും ഉപേക്ഷിക്കുവാൻ കൽപ്പിക്കുന്നില്ല. ലി അന്ന ലാ നസിലു ഇലൽ ആഖിറത്തി ഇല്ലാ ബിൽ ഹയാത്തി ദുനിയ. കാരണം തീർച്ചയായും ഐഹിക ജീവിതം കൊണ്ടല്ലാതെ പരലോകത്തേക്ക് നാം എത്തിച്ചേരുകയില്ല. ഫദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവ് പരലോകത്തിൻ്റെ കൃഷിയിടമാകുന്നു. വലാക്കിൻ ലാ യംബഗി അൻ തകൂന ദുനിയ അക്ബറ ഹമ്മിന വലാ നത്തനാഫസ ഫി ജംഇഹ. എങ്കിലും ദുനിയാവ് നമ്മുടെ ഏറ്റവും വലിയ താല്പര്യമാകരുത്, അതിനെ സമ്പാദിക്കുന്നതിൽ നാം മത്സരിക്കുവാനും പാടില്ല. ഖാല അല്ലാഹു തആല പറഞ്ഞു ഫല തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വല യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ മഹാവഞ്ചകനായ പിശാചും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഫവല്ലാഹി മൽ ഫഖറ അഖ്ഷ അലൈക്കും വലാകിൻ അഖ്ഷ അൻ തുബ്സത അലൈക്കും കമാ ബുസിതത് അലാ മൻ കാന ഖബലക്കും ഫതനാഫസുഹ കമാ തനാഫസുഹ ഫതുഹ്ലികക്കും കമാ അഹ്ലകത്തുഹും.
അള്ളാഹുവിനെ തന്നെ സത്യം, നിങ്ങൾക്ക് ദാരിദ്ര്യം പിടിപെടുന്നതിനെ ഞാൻ ഭയപ്പെടുന്നില്ല. എന്നാൽ നിങ്ങളുടെ മുമ്പുള്ളവർക്ക് ദുനിയാവിൻ്റെ വിശാലത നൽകപ്പെട്ടതുപോലെ നിങ്ങൾക്കും ദുനിയാവിൻ്റെ വിശാലത ഉണ്ടാകുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. അവർ അതിനെ അമൂല്യമായി കരുതിയതുപോലെ നിങ്ങളും അതിനെ അമൂല്യമായി കരുതും. അങ്ങനെ അവരെ അത് നശിപ്പിച്ചതുപോലെ നിങ്ങളെയും അത് നശിപ്പിക്കും. വമിൻ സമറാത്തി സുഹദി അൽ ഖനാ. സുഹദിൻ്റെ ഫലങ്ങളിൽപ്പെട്ടതാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടൽ. വഹിയ അർ-റിള ബിമാ ഖസമല്ലാഹു വതർക്കു തതല്ലുഇ ഇലാ മാ ഫി ഐദിയന്നാസ്. അള്ളാഹു ഓഹരിച്ചു തന്നതിൽ തൃപ്തിപ്പെടുകയും ജനങ്ങളുടെ പക്കലുള്ളതിലേക്ക് മുന്നിട്ട് ചെല്ലാതിരിക്കലുമാണ് ഖനാഅ. ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിക കഫാഫ ഖദറൽ ഹാജ വഖന്നഅഹുല്ലാഹു ബിമാ അതാഹു. മുസ്ലിം ആവുകയും മതിയായ ഉപജീവനം നൽകപ്പെടുകയും അള്ളാഹു നൽകിയതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്തവൻ തീർച്ചയായും വിജയിച്ചു. വലിദ്ദുൽ ഖനാഅത്തി അൽ ഹിർസ്. ഖനാഅത്തിൻ്റെ വിപരീതമാണ് ഹിർസ്, അതായത് ആർത്തി. വഹുവ ഫറത്തു ഹുബ്ബിദ് ദുനിയ. ദുനിയാവിനോടുള്ള ഇഷ്ടം കൂടുന്നതാണത്. വദാലിക മദ്മൂമുൻ ഇല്ലാ ഫി ഉമൂരിൽ ആഖിറ. ആഖിറത്തിൻ്റെ കാര്യങ്ങളിലൊഴികെ അത് നിന്ദിക്കപ്പെട്ടതാണ്. വമിൻ ദുആഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു: അല്ലാഹുമ്മ ക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക വബി ത്വാഅതിക അൻ മഅസിയതിക വബി ഫളലിക അമ്മൻ സിവാക്. പാഠഭാഗത്തിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. അജിബ്. 1. മാ ഹുവ അസ്സുഹദ്. എന്താണ് സുഹദ്? അസ്സുഹദു ഹുവ ഫഖ്ദു അലാഖത്തിൽ ഖൽബി ബിൽ മാലി വൽ ജാഹി ഫിദ് ദുനിയ. സുഹദ് എന്നാൽ ദുനിയാവിൽ ധനത്തോടും പദവിയോടുമുള്ള ഹൃദയബന്ധം ഇല്ലാതാകലാകുന്നു. അടുത്തത്, വമാ സമറത്തു സുഹദ്. സുഹദിൻ്റെ ഫലം എന്താണ്? വമിൻ സമറാത്തി സുഹദി അൽ ഖനാഅ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടലാണ് സുഹദിൻ്റെ ഫലം. അടുത്തത്, വമാഹിയ അൽ ഖനാഅ. ഖനാഅത്ത് എന്നാൽ എന്ത്? വഹിയ അർ-റിള ബിമാ ഖസമല്ലാഹു വതർക്കു തതല്ലുഇ ഇലാ മാ ഫി ഐദിയന്നാസ്. അള്ളാഹു ഓഹരിച്ചു തന്നതിൽ തൃപ്തിപ്പെടുകയും ജനങ്ങളുടെ പക്കലുള്ളതിലേക്ക് മുന്നിട്ട് ചെല്ലാതിരിക്കലുമാണ് ഖനാഅത്ത്. അടുത്തത്, വമാ ളിദ്ദുൽ ഖനാഅ. ഖനാഅത്തിൻ്റെ വിപരീതമെന്ത്? ഹിർസ്, ആർത്തി. കമ്മൽ, പൂരിപ്പിക്കുക. ഫസ്സുഹദു സബബും ലി ഡാഷ് മഹബ്ബത്തില്ലാ ഫദ്ദുനിയ ഡാഷ് അൽ ആഖിറ. ഫദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. അൽ ഹിർസു ഡാഷ് ഫറത്തു ഹുബ്ബിദ് ദുനിയ. ഉക്തുബ് അൽ മഅന. അർത്ഥം എഴുതുക. അലാഖത്തുൻ അൽ ജാഹ് മസ്റഅത്തുൻ തതല്ലുഉ തനാഫുസുൻ ഫറത്തുൻ മദ്മൂമുൻ. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണെന്ന് എഴുതാനാണ്. എഴുതിയെടുക്കാമല്ലോ. പാഠഭാഗം നന്നായി മനസ്സിലായല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.